Meet the editors. ചോദ്യം ഇതാണ്, സോളാറിൽ ഒത്തുകളിച്ചു. ഉണ്ണി ബാലകൃഷ്ണൻ വീണ്ടും സോളാർ പുകയുകയാണ്. ഇത്തവണ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ആർട്ടിക്കിളിൻ്റെ രൂപത്തിലാണ് വീണ്ടും സോളാർ പുകഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ എത്ര മണിക്കൂർ ആയുസ് ഉണ്ടാകുമെന്ന് നിശ്ചയമില്ല. എങ്കിലും നിലവിൽ ജോൺ മുണ്ടക്കയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സോളാർ സമരം ഒത്തുതീർപ്പായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ജോൺ മുണ്ടക്കയം സോളാർ സമരം ഒത്തുതീർപ്പാക്കി എന്ന് പറയുന്ന വിവാദം, അത് സംബന്ധിച്ച് ബ്രിട്ടാസുമായി നടത്തിയ സംഭാഷണം, അക്കാര്യം തെളിയിക്കേണ്ടത് ജോൺ മുണ്ടക്കയത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് അത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. അതേപോലെ അത്തരത്തിലൊരു സംഭാഷണം നടന്നിട്ടില്ല എന്ന് ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിക്കേണ്ടത് ബ്രിട്ടാസിൻ്റെയും ബാധ്യതയാണ്. ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ഏതാണ്ട് 10-12 വർഷം മുമ്പ് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തെ സംബന്ധിച്ച് നമുക്കതൊന്ന് റീവിസിറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നു എന്ന നിലയ്ക്കാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെയാണ് ഈ പറയുന്ന ഏറ്റവും ശക്തമായ സമരം 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഒരുപക്ഷെ LDF നടത്തിയിട്ടുള്ള CPM നടത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ സമരമായിരുന്നു സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അന്ന് ഈ സമരം വളരെ പ്രധാനപ്പെട്ടൊരു സമരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദൃശ്യമാധ്യമങ്ങളും അത് കവർ ചെയ്യുന്നതിന് വേണ്ടി വലിയ സന്നാഹമാണ് ഒരുക്കിയത്. ഇപ്പം ഞാനന്ന് മാതൃഭൂമി ചാനലാണുള്ളത്. എനിക്കിപ്പം നല്ല ഓർമ്മയുണ്ട്, 8-10 ക്യാമറകൾ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും വിന്യസിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും തത്സമയം സംപ്രേഷണം ചെയ്യാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അന്ന് എല്ലാ ചാനലുകളും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണത്? ആ സമരം കേരളം വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. കാരണം സോളാർ വിഷയം ആ രീതിയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് LDF ഇത്ര ശക്തമായൊരു സമരപരിപാടി ആസൂത്രണം ചെയ്യുന്നത്. അവിടെ ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ LDF ഒരു സമരം ആസൂത്രണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ CPM ഒരു സമരം ആസൂത്രണം ചെയ്യുമ്പോൾ, ഇപ്പോൾ 2-3 ദിവസത്തേക്ക് ആ സമരം എങ്ങനെ കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് മിനിറ്റ് ഡീറ്റെയിൽ വർക്ക് ചെയ്യുന്നൊരു പാർട്ടി തന്നെയാണ് CPM. ഇപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും അക്രമാസക്തമാകും. ഇനിയൊരു സമരം അക്രമാസക്തമാകും എന്ന് വിചാരിച്ചിട്ട് പിന്നോട്ട് പോകുന്നൊരു പാർട്ടിയുമല്ല CPM. ഇപ്പോൾ മനുഷ്യച്ചങ്ങല പോലെയൊക്കെയുള്ള വളരെ ഗംഭീരമായ സമരങ്ങൾ നല്ല ഗംഭീരമായി ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള, അതിനകത്ത് പ്രാവീണ്യവും കഴിവുമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അപ്പോൾ ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സ്ഥലമുണ്ടാകില്ലേ, അല്ലെങ്കിൽ വലിയൊരു അക്രമ സ്വഭാവത്തിലേക്ക് ഈ സമരം മാറിപ്പോവുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആശങ്കപ്പെട്ട് ഒരു സമരം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി കളയാമെന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയായി ഞാൻ CPM-നെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ആ സമരം പിൻവലിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സമ്മർദ്ദമാണ് CPM അക്കാലത്ത് അനുഭവിച്ചത് എന്നൊക്കെ വിലയിരുത്തുന്നത് തീർത്തും പ്രാഥമികമായി പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ CPM ഒരു സമ്മർദ്ദത്തിൽ പെട്ടിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. അതേപോലെ തന്നെ കോൺഗ്രസിൽ A ഗ്രൂപ്പും ഒരു സമ്മർദ്ദത്തിൽ പെട്ടിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ആ രാഷ്ട്രീയമാണ് ഞാനിവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, സോളാർ കേസിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നാണ്. എന്താണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് അങ്ങനെ ഒരു വലിയ വിവാദം പൊട്ടിപ്പുറപ്പെടാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത്? ഉമ്മൻചാണ്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ നീക്കം കോൺഗ്രസിനുള്ളിൽ നടന്നിരുന്നു. അന്ന് അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല ആയുധമായിരുന്നു അതേ ഗ്രൂപ്പ് തന്നെയാണ്. ആ ഗ്രൂപ്പിന് കിട്ടിയ ഏറ്റവും നല്ല ആയുധമായിരുന്നു ഈ സോളാർ കേസ് എന്ന് പറയുന്നത്. എപ്പോഴും കോൺഗ്രസിൽ നേതൃമാറ്റം സംഭവിച്ചിട്ടുള്ളത് കൂപ്പിലൂടെയാണ്. ഇപ്പം ISRO സംഭവത്തിലൂടെയാണ് കരുണാകരനെ നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. പിന്നീട് AK ആന്റണിയെ പുറത്താക്കുന്നത് ഘടകകക്ഷികളെ അടക്കം പിടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി നടത്തുന്ന ഒരു മൂവ്മെൻ്റെ ഭാഗമായിട്ടാണ്. അതേപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയെ പുറത്താക്കാൻ നല്ലൊരു അവസരം കൈവന്നിരിക്കുന്നു എന്ന് ഗ്രൂപ്പ് മനസ്സിലാക്കുന്നു. അവിടെയാണ് ഈ സോളാർ ആയുധമായി വരുന്നത്. ഞാൻ കാര്യം പറഞ്ഞുതരാം. 2011 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേവലം ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നു. അന്ന് വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ആ മന്ത്രിസഭയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നയാളാണ് രമേശ് ചെന്നിത്തല. ഹരിപ്പാട് KPCC അധ്യക്ഷനായിരുന്നുകൊണ്ട് മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കുന്നത് വെറുതെ MLA ആയിട്ടിരിക്കാനല്ലല്ലോ. നിശ്ചയമായും അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു വന്നാൽ മന്ത്രിസഭയിൽ ഒരു ഉന്നതമായ പദവി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അവിടെ മാത്രം തീരുന്നില്ല. രമേശ് ചെന്നിത്തല മറ്റൊരു കാര്യം കൂടി മനസ്സിലാലോചിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പാർലമെന്ററി പാർട്ടിയിൽ തൻ്റെ ഗ്രൂപ്പിനാണ് ആധിപത്യം കിട്ടുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുമാകാം. ആ അർത്ഥത്തിലാണ് രമേശ് ചെന്നിത്തല 2011 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നമ്മൾ ആ വിഷ്വൽസ് ഓർമ്മയുണ്ടാവുമല്ലോ. ഹരിപ്പാട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന നിമിഷം വരെ രമേശ് ചെന്നിത്തല വലിയ ടെൻഷനിലായിരുന്നു. അവസാനം 5520 വോട്ടിന് രമേശ് ചെന്നിത്തല ജയിച്ചു വരികയാണ്. അന്ന് രമേശ് ചെന്നിത്തലയെ ഹരിപ്പാട് തോൽപ്പിക്കാൻ ഒരു വലിയ നീക്കം A ഗ്രൂപ്പുകാർ നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ പോരാട്ടം കോൺഗ്രസിൽ നടക്കുന്നു. അതിനുശേഷം ഞാൻ രമേശ് ചെന്നിത്തല ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത്. അന്ന് ആ ഇൻ്റർവ്യൂവിലാണ് രമേശ് ചെന്നിത്തല പറയുന്നത് എന്നെ നായരായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന്. അന്ന് വലിയ ഖിന്നനായിരുന്നു, വലിയ ദുഃഖിതനായിരുന്നു രമേശ് ചെന്നിത്തല. എന്നെ ഏതാണ്ട് വഴക്ക് പറയുന്നത് പോലെയാണ് രമേശ് ചെന്നിത്തല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ അങ്ങനെ ചെറിയ ഒരാളായിട്ട് കാണണ്ട, കാരണം ഞാനാണ് ഈ പറയുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പോലൊരാളെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത്.
കൊണ്ടുവന്നത്, ആന്ധ്ര മുഖ്യമന്ത്രിയായ കിരൺകുമാർ റെഡ്ഡിയെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്, അതേപോലെ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ അശോക് ചവാനെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന ഞാനാണ്, എന്നെ നിങ്ങൾ അങ്ങനെ ചെറിയ ആളായിട്ട് കാണണ്ട, അങ്ങനെയൊക്കെയുള്ള വലിയ ക്ഷുഭിതനായ വിവാദ പ്രസ്താവനകൾ നടത്തിയ ഒരു അഭിമുഖമായിരുന്നു അത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ, രണ്ടാമത്തെ ദിവസം KPCC ഓഫീസിൽ വിളിച്ചു വരുത്തി വാർത്താലേഖകരോട് പറഞ്ഞു, ഈ മന്ത്രിസഭയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല ഒറ്റ വാക്കാണ് പറഞ്ഞത്, ഒറ്റ വരിയാണ് പറഞ്ഞത്. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലായിരുന്നു. അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നു. ആ മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിൽ എപ്പോഴും ശക്തമായിരുന്നു. ആ സമയത്താണ് ഈ സോളാർ കേസ് വരുന്നത്. അവിടെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. ടെനി ജോപ്പൻ്റെ അറസ്റ്റ് നടക്കുന്നു, ജിക്കുമോന് പുറത്തേക്ക് പോകേണ്ടി വന്നു, മല്ലേലി ശ്രീധരന്മാരുടെ അഭിമുഖം വരുന്നു. ആ അഭിമുഖത്തിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആ വലിയ വാർത്ത പ്രചരിക്കുന്നു. അതോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം വരും. ഈ ഉപരോധ സമരം ശക്തമായി നടക്കുകയും അത് അക്രമാസക്തമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കേണ്ടി വരും. അങ്ങനെ രാജിവെച്ചാൽ പിന്നെ അവിടെ കോൺഗ്രസ് പിന്നെ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിലേക്ക് വരിക ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെ ഒരു വലിയ ഒരു സംഘർഷം കോൺഗ്രസ് പാർട്ടിക്കകത്ത് അക്കാലത്ത് നടന്നിരുന്നു. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളവും ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളവും ഈ സമരം ആ രീതിയിൽ അക്രമാസക്തമായ ഒരു രാജ്യസാധ്യതയിലേക്ക് പോകാതിരിക്കുക, അവിടെ ഒരു ഒത്തുതീർപ്പ് എങ്ങനെയും ഉണ്ടാക്കുക എന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേറ്ററായിട്ടാണ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി മറുവശത്ത് എന്താണ് ആവശ്യം? അതാണല്ലോ സമ്മർദ്ദം. നോക്കൂ, 2011 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് VS അച്യുതാനന്ദനുമായി ഞാൻ അഭിമുഖം നടത്തിയിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം എന്നോട് മാത്രമല്ല വിവിധ ചാനലുകളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 2011 തോൽവി എന്ന് പറയുന്നത് വരുത്തി വെച്ചൊരു തോൽവിയാണ്. ഒരു തുടർഭരണം ഉണ്ടാകരുത് എന്ന് പാർട്ടിയിലൊരു വിഭാഗം ആഗ്രഹിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും തോറ്റുപോയി. നമ്മളിപ്പോൾ ഒന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ അഴീക്കോട് KM ഷാജി ജയിച്ച എത്ര വോട്ടിനാണ്? 493 വോട്ടിനാണ്. പിൽക്കാലത്ത് ആഭ്യന്തരമന്ത്രിയായ കോട്ടയത്ത് നിന്ന് VN വാസുവിനെതിരെ മത്സരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര വോട്ടിനാണ് ജയിച്ചത്? 711 വോട്ടിന്. നമ്മുടെ തൊട്ടടുത്ത് പിറവത്ത് TM ജേക്കബ് എത്ര വോട്ടിനാണ് ജയിച്ചത്? 157 വോട്ടിന്. AT ജോർജ് പാറശാലയിൽ ആനാവൂർ നാഗപ്പനെ തോൽപ്പിക്കുന്നത് 481 വോട്ടിനാണ്. ഈ രീതിയിൽ ഒരു 5-6 മണ്ഡലങ്ങളിൽ 400, 500, 600 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. മുനീർ കോഴിക്കോട് സൗത്തിൽ ജയിക്കുന്നത് 1370 വോട്ടിനാണ്. ഈ രീതിയിൽ ഓരോ സ്ഥലം എടുത്ത് നോക്കിയാൽ വേണമെങ്കിൽ 2011 ഒരു തുടർഭരണം ഉണ്ടാകാമായിരുന്നു. അത് CPM ആഗ്രഹിച്ചിട്ടില്ല എന്ന് VS അച്യുതാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ പറയുന്ന ഉമ്മൻചാണ്ടി അന്ന് താഴേക്ക് പോകുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി വെറുതെ അങ്ങ് പോകത്തില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി പോകില്ല. ഉമ്മൻചാണ്ടി അതിനെ മുക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ചില ഘടകകക്ഷികൾ ഇപ്പുറത്തേക്ക് വരും. അന്ന് MP വീരേന്ദ്രകുമാറുമായിട്ടൊക്കെ VS അച്യുതാനന്ദൻ നല്ല ബന്ധമാണെന്നേ. VSനോടുള്ള MP വീരേന്ദ്രകുമാറിൻ്റെ ബന്ധമാണ് ഒരർത്ഥത്തിൽ പിണറായി വീരേന്ദ്രകുമാറിനെ എതിരാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അന്ന് അവർക്ക് 2 സീറ്റുണ്ട്, വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകും? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും. അത് തടയണമായിരുന്നു CPM അത് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാധ്യത കൂടി അവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയം നമ്മൾ 12 വർഷത്തിന് ശേഷം റീവിസിറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അണ്ടർ കറണ്ടും അണിയറയിൽ നടന്നിട്ടുള്ള നാടകങ്ങളുമാണ്. 2013 വീണ്ടും ഈ പറയുന്ന ഒരു അവസരം വരികയും അങ്ങനെ VS അധികാരത്തിൽ വരികയും ചെയ്താൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? 2016 സർക്കാർ പിന്നെ തുടരില്ല. സ്വാഭാവികമായിട്ട് ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും. പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല. പിന്നെ 2021 വരെ കാത്തിരിക്കണം. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ 2 തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അന്ന് സംഭവിച്ചിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഒന്ന്, കോൺഗ്രസിലെ ഗ്രൂപ്പ് ഒരു പ്രതിസന്ധിയെ നേരിട്ടു, സാഹചര്യം എതിരാകാൻ പോകുന്നു, അങ്ങനെയാണെങ്കിൽ രാജിവെക്കേണ്ടി വരും. അന്ന് മുദ്രാവാക്യം എന്താ? അന്ന് ജുഡീഷ്യൽ അന്വേഷണം അല്ല ഈ ഉപരോധത്തിൻ്റെ മുദ്രാവാക്യം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്നുള്ളതാണ് മുദ്രാവാക്യം ഉയർത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ വരികയും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ ഈ സർക്കാർ, അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ പിന്നെ ഉമ്മൻചാണ്ടി ഇല്ല. ആ കൂപ്പിൽ ഉമ്മൻചാണ്ടി രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു ഭാവിയില്ല. അതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. K കരുണാകരന് കിട്ടിയിട്ടില്ല, പിന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിന്. അപ്പുറത്ത് എന്താ സംഭവിക്കുക? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തുറന്നു വരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ചെറിയ ഫിലിപ്പിൻ്റെ വെളിപ്പെടുത്തലുണ്ടല്ലോ. ആ വെളിപ്പെടുത്തലിൽ പ്രധാനപ്പെട്ട വരിയായിട്ട് ഞാൻ കാണുന്നത്, അന്ന് LDF VSൻ്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉപരോധം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ VSൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. ആ ലക്ഷ്യത്തെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഔദ്യോഗിക വിഭാഗത്തിലുണ്ടാകുമ്പോൾ ഔദ്യോഗിക വിഭാഗവും സമ്മർദ്ദത്തിലായി. ആ അർത്ഥത്തിൽ 2 രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ 2 വിഭാഗങ്ങൾ അനുഭവിച്ചപ്പോൾ അതൊരു സ്വാഭാവികമായ ഒത്തുതീർപ്പിലേക്ക് പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് അതിൻ്റെ രാഷ്ട്രീയ നാടകം. ജോൺ മുണ്ടക്കയം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും ബ്രിട്ടാസ് എതിർക്കുന്നതുമായ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ഈ വിഷയത്തെ റീവിസിറ്റ് ചെയ്യുമ്പോൾ അന്ന് നടന്നിരിക്കാവുന്ന രാഷ്ട്രീയ നാടകങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സ്മൃതി, ഇതിൽ ഒത്തുകളി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം, അന്ന് ഒരു പ്രധാനപ്പെട്ട അഴിമതി വിരുദ്ധ സമരം, അത് സംസ്ഥാനത്ത് തന്നെ ഒരു ഏറ്റവും വലിയ രാഷ്ട്രീയ സമരം എന്ന രീതിയിലാണ് അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നത്. ഇപ്പോൾ CPM ആകട്ടെ എല്ലായിടത്തു നിന്നും പ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ ബ്രാഞ്ചുകളിൽ നിന്നൊക്കെ പ്രവർത്തകർ വരുമ്പോൾ അവിടുന്ന് യാത്രയയപ്പ് വരെ കൊടുത്തിട്ടാണ് പ്രവർത്തകർ വരുന്നത്. അപ്പോൾ ഒരു വലിയ വിഷയം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി എന്ന ഒരു വലിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് വരികയും
പിന്നെ ഒരു 30 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ സമരം പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ സി ദിവാകരനാണല്ലോ ഇതിലാദ്യം വെളിപ്പെടുത്തൽ നടത്തിയത്. സി ദിവാകരൻ തൻ്റെ പുസ്തകം റിലീസ് ചെയ്യുന്ന ഘട്ടത്തിൽ അത് പറയുന്നുണ്ട്. ആ, തന്നെ AK സെൻറ്ററിലേക്ക് വിളിപ്പിക്കുന്നു. അന്ന് സമരത്തിന് മുഖ്യ സംഘാടകനായ അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. വിളിപ്പിച്ച ശേഷം അപ്പോൾ അവിടെ പിണറായി വിജയൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് നമ്മൾ സമരം അവസാനിപ്പിക്കുകയാണെന്ന്. അപ്പോൾ നിരാശനായി പോയി മടങ്ങേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് കാനമടക്കം ഇത്തരം പ്രസ്താവനകളെ എതിർത്തുകൊണ്ട് പിന്നീട് പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്ന് സി ദിവാകരൻ അന്ന് പറയുന്നു. സി ദിവാകരൻ എന്ന് പറഞ്ഞ ശേഷം ഇപ്പോൾ മുണ്ടക്കയം ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനോട് അദ്ദേഹത്തിന് കടുത്ത ആരാധനയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന നേതാവ് അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഈ സോളാർ അടക്കം അദ്ദേഹത്തെ കരുവാക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അത് വെളിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം തൻ്റെ പുസ്തകത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എഴുതിയൊരു പുസ്തകത്തിൽ ഒരു പ്രത്യേക ഭാഗം എത്തിയപ്പോഴാണല്ലോ അപ്പോൾ വിവാദമായിരിക്കുന്നത്. ജോൺ മുണ്ടക്കയം പറയുന്നു തന്നെ ബ്രിട്ടാസ് അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഈ സമരം ഇങ്ങനെ പോയാൽ പറ്റുമോ, ഇതൊന്ന് അവസാനിപ്പിക്കണ്ടേ എന്ന് ബ്രിട്ടാസ് ചോദിക്കുന്നത് സാങ്കേതിക പ്രശ്നം കൊണ്ടാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ സമരം നടക്കുമ്പോൾ ഇത്രയധികം പ്രവർത്തകർ, 1 ലക്ഷത്തോളം പ്രവർത്തകർ ഇവിടെ വരുമ്പോൾ അവർക്ക് ഭക്ഷണത്തിനുള്ളതും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമില്ലാത്ത സാഹചര്യം, അതൊക്കെ അന്നും ആ വാർത്തകളിലൊക്കെ നിറഞ്ഞൊരു കാര്യമാണ്. ഇവരൊക്കെ എവിടെ പോകുമെന്നുള്ളൊരു വിഷയം, ആ ഒരു കാര്യത്തിന്മേലാണോ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത് എന്നൊരു കാര്യം സംശയം നിലനിൽക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന ബുദ്ധിമാനായ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ആദ്യത്തെ 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി കൊടുക്കുന്നു, 3-ാമത്തെ ദിവസം പൊതു അവധിയാണ്. അങ്ങനെ 3 ദിവസം അവധിയാവുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വലിയ സമരമാക്കി അതിനെ എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ ഒരു പ്രതിഷേധമാക്കി കൊണ്ടുപോകാൻ പറ്റും എന്നൊരു സാങ്കേതിക പ്രശ്നം, പ്രായോഗികമായ ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചുണ്ട്. ആ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കാനാണോ മുണ്ടക്കയം എന്ന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തനെ വിളിച്ചുകൊണ്ട് ബ്രിട്ടാസ് അങ്ങനെ ഒരു ആലോചന നടത്തിയതെന്ന ചോദ്യം. എന്തായാലും ഇതിന്മേലൊരു ഒത്തുതീർപ്പ് നടന്നു. ഇപ്പോൾ ബ്രിട്ടാസിൻ്റെ മറുപടിയിലാകുമ്പോഴും പറയുന്നത് ഞാൻ ജോൺ മുണ്ടക്കയത്തെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശരിവെക്കുന്നുണ്ട്. അതിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്, ഞാൻ അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ബ്രിട്ടാസ് പറയുന്നു. ഞാൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലല്ല, രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കാണ് ഇടപെട്ടതെന്ന് പറയുന്നു. അതിൽ തിരുവഞ്ചൂരുണ്ട്, തിരുവഞ്ചൂരിനെ അങ്ങോട്ട് പോയി കണ്ടിട്ടുണ്ട്. അതിൽ ചെറിയാൻ ഫിലിപ്പ് ഒരു പ്രധാന ഘടകമായിട്ടുണ്ട്. ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിന് തിരുവഞ്ചൂരുമായുള്ള ബന്ധം KSU കാലത്തെ ബന്ധമാണെന്ന് പറയുന്നു. അപ്പോൾ ആ അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ CPM-നും കോൺഗ്രസിനും ഇടയ്ക്കുള്ള ഒരു പാലമായി പല ഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്കാണ് ചെറിയാൻ ഫിലിപ്പിനെ വിലയിരുത്തുന്നത്. ചെറിയാൻ ഫിലിപ്പും അത് ശരിവെക്കുന്നുണ്ട്. അങ്ങനെ പാലമായി നിന്നുകൊണ്ട് ബ്രിട്ടാസിൻ്റെ ഓഫീസിൽ, കൈരളി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ മുറിയിലിരിക്കുന്ന ഘട്ടത്തിലാണ് തിരുവഞ്ചൂർ വിളിക്കുന്നത്. അപ്പോൾ തിരുവഞ്ചൂരിൻ്റെ ഫോൺ അങ്ങോട്ട് കൈമാറുന്നു. അങ്ങനെ ബ്രിട്ടാസും തിരുവഞ്ചൂരും സംസാരിക്കുന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് അത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് പോകുന്നത് ആരുടെ ആവശ്യമായിരുന്നു എന്നുള്ള ചോദ്യം. ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാതെ ഈ സമരം എങ്ങനെ അവസാനിപ്പിച്ചു? അത് അന്ന് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉയർന്ന ചോദ്യമാണ്. അന്ന് അവിടെ സമരത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന തോമസ് ഐസക്കിന് ഒരു ഷോക്കായിരുന്നു പെട്ടെന്ന് സമരം അവസാനിപ്പിച്ചു എന്നുള്ളത്. അവിടെ അതിശക്തമായി പ്രസംഗിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ അത് അന്ന് തന്നെ അണികളൊക്കെ നിരാശയോടെ മടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് പോയ ബൈറ്റുകളിലൊക്കെ പ്രവർത്തകരുടെ എന്താണെന്ന് അറിയില്ല, സമരം അവസാനിപ്പിച്ചു, അങ്ങനെ ഒരു പ്രതികരണങ്ങളൊക്കെ അന്ന് വന്നായി ഓർക്കുന്നുണ്ട്. അപ്പോൾ അവർ താമസൈസക്കല്ല പ്രവർത്തകർ പോലും പറയാണ് എന്താണെന്ന് അറിയില്ല, നിരാശയോടെയാണ് മടങ്ങുന്നത്. അത്ര ഊർജ്ജത്തോടു കൂടി ഒരു സമരത്തിൽ ഒരു മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ വന്ന പ്രവർത്തകർ, അവർക്ക് കൃത്യമായ മറുപടി പോലും കിട്ടിയിട്ടില്ലാന്നേ. പിണറായി വിജയൻ പറയുകയാണ് സമരം അവസാനിപ്പിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നുള്ള കാര്യം, ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള കാര്യം ആവാം എന്നുള്ള നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴും തൻ്റെ ഓഫീസിനെ ഉൾപ്പെടുത്താമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും പറയുന്നത് എന്താണ്, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാമോ എന്നുള്ള കാര്യം പരിശോധിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് തീരുമാനമാവുകയല്ലോ. പിന്നീട് നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളും കമ്മീഷന്റെ പരിഗണനാ വിഷയമാകും എന്ന രീതിയിലാണ് മന്ത്രിസഭാ തീരുമാനമായത് പിന്നീട് പുറത്തു വരുന്നത്. അതായത് എൻ്റെ ഓഫീസും അന്വേഷണ വിധേയമാകുന്നു എന്ന വാചകമല്ല, നിയമസഭയിൽ ഈ വിഷയം പലതവണയായി ഉന്നയിക്കപ്പെട്ടതാണ്, ആ വിഷയമടക്കം കമ്മീഷന്റെ പരിഗണനയിൽ വരും എന്ന രൂപത്തിലാണ് അത് അവസാനിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു അതിൽ CPM-ന്റെ താല്പര്യം എന്നുള്ള ചോദ്യം. ആ സമയത്താണ് TP കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരുന്നത്. അന്ന് തന്നെ ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അന്ന് മുല്ലപ്പള്ളി നടത്തിയൊരു പ്രതികരണമുണ്ട്. വൻ സ്രാവുകളിലേക്ക് എത്തില്ല, ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ അന്വേഷണം നിന്ന് പോയിരിക്കുന്നു എന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. ഏതാണ് ആ പ്രത്യേക ഘട്ടം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് അത് പ്രതികരിക്കുന്നില്ല. പിന്നീട് KK രമ തന്നെ പല ഘട്ടങ്ങളിൽ P മോഹന് അപ്പുറത്തേക്ക് അന്വേഷണം പോയിട്ടില്ല എന്ന് പറയുന്നു, ഉന്നതരിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നു. ഹൈക്കോടതിയുടെ വിധി വന്ന ഘട്ടത്തിൽ പോലും അവരുടെ പ്രതികരണം ആ രൂപത്തിലായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ആ ഒത്തുതീർപ്പ്? ഇനി ഇത്തരം ഒരു കാര്യം ഇല്ല എങ്കിൽ പോലും ഒരു വലിയ രാഷ്ട്രീയ വിഷയം, അഴിമതിക്കെതിരായ സമരം, CPM പോലുള്ള ഇടതുപക്ഷ, CPM മാത്രമല്ല LDF-ൻ്റെതാണ് ഒരു വലിയ വിഷയം, അഴിമതി വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന ഒരു സമരത്തിൽ നിന്ന് പിന്മാറുന്നത് ഒത്തുതീർപ്പ് ചർച്ചകൾ വഴിയാണോ എന്നൊരു ചോദ്യം വരുന്നില്ലേ? എന്താണ് ആവശ്യം ഉന്നയിച്ചിരുന്നത്? ആവശ്യം നടപ്പായിട്ടില്ല. ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുമ്പോൾ ആ വഴിക്ക് ആ സമരം അവസാനിപ്പിക്കുമ്പോൾ ആരാണ് വിഡ്ഢിയാക്കപ്പെടുന്നത്? പ്രവർത്തകരാണ്, അണികളാണ്, ജനങ്ങളാണ്.
അപ്പോൾ സോളാർ വിഷയത്തെ എങ്ങനെയാണ് പിന്നീട് നോക്കിക്കണ്ടതെന്നും ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അത് കൊണ്ടുവന്നിരുന്നതെന്നും നമ്മൾ കണ്ടതാണ്. ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ഭയങ്കര ഉപതെരഞ്ഞെടുപ്പിന് മുന്നിൽ അത് ഏത് രൂപത്തിൽ അവതരിപ്പിച്ചു. പരാതിക്കാരിയെ കൊണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിപ്പിക്കുക. അതിനു മുമ്പ് നടന്ന അന്വേഷണങ്ങൾ, സംസ്ഥാനത്ത് നടന്ന അന്വേഷണത്തിലെ അന്വേഷണ സംഘം തന്നെ പറയുകയാണ് ഇതിൽ തെളിവില്ല, ഇതിൽ ഈ അന്വേഷണം പോകാൻ പറ്റില്ല, മുന്നോട്ട് പോകില്ല, ഈ നേതാക്കളെ പ്രതി ചേർക്കാൻ പറ്റില്ല, തെളിവുകളില്ല എന്ന് പറയുമ്പോഴും അതിൽ പിന്നെയും സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളത് ഹേമേന്ദ്രന്റെ പുസ്തകത്തിൽ തന്നെയുള്ള കാര്യമാണ്. അതിനുശേഷം CBIയിലേക്ക് പോയ ശേഷം എന്ത് സംഭവിച്ചു? ഇതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം അല്ലേ? അപ്പോൾ ഇതിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി എന്നുള്ളത് ഇപ്പോൾ ജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഒന്നുകൂടി ചർച്ചയാകുന്നു. അപ്പോൾ ഈ സമരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇതൊക്കെ മറയാണെന്നും അപ്പുറത്ത് വിഡ്ഢിയാക്കപ്പെടുന്ന ജനമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. തിരിച്ചു വരാം ഒരിടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. സോളാറിൽ ഒത്തുതീർപ്പായോ ഒത്തുകളിച്ചോ എന്നതായിരുന്നു ചോദ്യം. സോളാറിൽ ഒത്തുകളിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഇന്നത്തെ ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തെ ആധാരമാക്കിക്കൊണ്ട് ഒത്തുകളിച്ചു എന്ന് പറയുക സാധ്യമല്ല. കാരണം ഞാൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഈ ആർട്ടിക്കിൾ വായിച്ചു, ഒപ്പം ഇതിൽ ജോൺ ബ്രിട്ടാസുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്രെഡിബിളായി തോന്നുന്നത് ചെറിയാൻ ഫിലിപ്പിൻ്റെ കൂടി പ്രസ്താവന പുറത്തേക്ക് വരുമ്പോൾ എന്താണോ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നാണ്. ഈ സമരം ഒത്തുതീർപ്പാവേണ്ട ആവശ്യക്കാരിൽ ഏറ്റവും പ്രധാനി എന്ന് ഞാൻ കരുതുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ ഏറ്റവും നിർണായകമായി തീർന്ന ജോപ്പൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതും ഉമ്മൻചാണ്ടിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എന്ന് പിന്നീട് വന്ന പുസ്തകത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് സണ്ണിക്കുട്ടി എബ്രാഹിമിൻ്റെ. സണ്ണിക്കുട്ടിയുടെ പുസ്തകം പുറത്തേക്ക് വരുമ്പോൾ അതിന് മറുബദലായി മറ്റൊരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു പുസ്തകം വിവാദമാവുക എന്നുള്ളത് സ്വാഭാവികമായൊരു നീതിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ജോൺ മുണ്ടക്കയത്തിനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെറിയ രീതിയിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിച്ചിരിക്കുന്നത് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് ചെറിയാൻ ഫിലിപ്പ് സമ്മതിച്ചിട്ടുണ്ട്. ഇത് ചെറിയാൻ ഫിലിപ്പ് ഓൺ ചെയ്യുന്ന ഘട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ചെറിയാൻ ഫിലിപ്പാണ്. ഈ ഘട്ടത്തിൽ ജോൺ ബ്രിട്ടാസിനെ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് ചെറിയാൻ ഫിലിപ്പ് കൂടെ നിൽക്കുമെന്ന് നമുക്ക് കരുതുക സാധ്യമല്ല. കാരണം എങ്ങനെയാണ് ചെറിയാൻ ഫിലിപ്പ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതെന്ന് നമുക്കറിയാം, ഏത് രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് ഇന്നിപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ചെറിയാൻ ഫിലിപ്പ് സാക്ഷ്യപ്പെടുത്തുന്നതോടുകൂടി ജോൺ മുണ്ടക്കയത്തിൻ്റെ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബ്രിട്ടാസ് തന്നെ വിളിച്ച് താൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്നുള്ള വാദം ദുർബലമായിരിക്കുന്നു. അതേസമയം ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിനുശേഷം റിപ്പോർട്ടറിൽ ഈ വാർത്ത PR പ്രവീണ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് നേരത്തെ എടുത്തിരിക്കുന്ന ഒരു ക്യാബിനറ്റ് ഡിസിഷനിൽ പിന്നെ സമരം അവസാനിപ്പിക്കാമെന്ന് LDF തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും അത് LDFൻ്റെ ആവശ്യമായിരുന്നുവെന്നാണ്. പക്ഷേ പ്രശ്നം സംഭവിച്ചത് ഈ ഓഗസ്റ്റ് മാസം 13-ാം തീയതി 12-ാം തീയതി സമരം തുടങ്ങുന്നു. 13-ാം തീയതിയാണ് ജോൺ മുണ്ടക്കയം പറയുന്നത് പോലെ സമരം അവസാനിക്കുന്നത്. ആ ഓഗസ്റ്റ് മാസം 13-ാം തീയതി സമരം അവസാനിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്ന ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായിട്ടില്ല. ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടാവുന്നത് 3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റ് മാസം 16-ാം തീയതി. അപ്പോൾ ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടാവുന്നതിന് മുമ്പാണ് ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടായതെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ഡേറ്റ് ക്ലാഷ് ആവും. അപ്പോൾ ഇത് ആരുടെ സ്ക്രിപ്റ്റാണ് എന്ന ചോദ്യത്തിന് അതിനു പിന്നിൽ താല്പര്യമുള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെ സ്ക്രിപ്റ്റ് ഉണ്ടെന്നും അത് തീർച്ചയായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സ്ക്രിപ്റ്റിൻ്റെ ആനുകൂല്യമുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ജോൺ മുണ്ടക്കയം എഴുതുന്നു. ആ ജോൺ മുണ്ടക്കയം എഴുതുന്നതിലൂടെ ഈ പറയുന്ന ക്ലാഷ് അവിടെ സംഭവിക്കുകയും ചെയ്തു. മാത്രവുമല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാളുമായി നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ജോൺ മുണ്ടക്കയം ഉമ്മൻചാണ്ടിയുമായി സംസാരിക്കേണ്ട ആവശ്യമേ ഉണ്ടാവുന്നില്ല. അതും ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു ബ്യൂറോ യുടെ ചുമതല മാത്രമുള്ള ഒരു പത്രപ്രവർത്തകന് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നതിലും എത്രയോ എളുപ്പമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് PK കുഞ്ഞാലിക്കുട്ടിയുമായും ഉമ്മൻചാണ്ടിയുമായും സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ വാദത്തിനാണ് ഇവിടെ ബലം കൂടുതൽ. ജോൺ മുണ്ടക്കയത്തിൻ്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും ആർഗ്യുമെൻ്റ് ദുർബലമാകുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ ലേഖനത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ഇത് ഏതെങ്കിലും തരത്തിൽ ജോൺ മുണ്ടക്കയം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുമില്ല. പക്ഷെ അതേസമയം ഈ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിനോടൊപ്പം അവിടെ തന്നെ ചില പ്രധാനപ്പെട്ട ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അതോടൊപ്പം തന്നെയാണ് തോമസ് ഐസക് അടക്കമുള്ളവർ ഈ സമരത്തെ ഒത്തുതീർപ്പാക്കിയ വിവരം അറിയുന്നത് ചാനലുകളിലൂടെയാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിവരമാണ്. നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റാണ് എന്ന് തോന്നുന്നു. ആ ചാനലിൽ നിന്ന് തോമസ് ഐസക്കിനെ വിളിക്കുന്നു. സമരം ഒത്തുതീർപ്പായി എന്ന് പറയുമ്പോൾ തോമസ് ഐസക്ക് അല്പം അത്ഭുതത്തോടു കൂടിയാണ് ഇത് കേൾക്കുന്നത്. കാരണം 2 ആഴ്ചത്തേക്കുള്ള സമരത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. പാർട്ടി പ്രവർത്തകരുടെ വീട്, അത്യാവശ്യമുള്ള ഭക്ഷണ സാധന സാമഗ്രികൾ ചെയ്യാനുള്ള
സാധനങ്ങളിതെല്ലാം. പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജ്, വിമൻസ് കോളേജ്, മോഡൽ ഗേൾസ്, വിമൻ, ഇതെല്ലാ സ്ഥാപനങ്ങളും ഈ CRPF-ൻ്റെയും സേനാംഗങ്ങളുടെയും തണ്ടർ ബോൾട്ടിൻ്റെയും വനിതാ പോലീസിൻ്റെയും ഒക്കെ ക്യാമ്പായി മാറിക്കഴിഞ്ഞു. സാധാരണ രീതിയിൽ തലസ്ഥാന നഗരിയിൽ ഇത്തരം സ്ഥലങ്ങളെന്ന് പറയുന്നത് CPM-നും കേഡർ പ്രസ്ഥാനങ്ങൾക്കും ഫീഡറായിട്ട് പ്രവർത്തിക്കുന്ന ക്യാമ്പുകളാണ്. ആ ക്യാമ്പുകളിൽ വളരെ തന്ത്രപരമായി ഒരു തീരുമാനം സർക്കാർ എടുത്തത് അവിടെയെല്ലാം പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചു. അതായത് വളരെ പെട്ടെന്ന് നഗരത്തിൽ നിന്നൊരു വലിയ മോബിൽ ഡിസ്പേഴ്സ് ചെയ്ത് തിരിച്ച് വീണ്ടും വരിക എന്നുള്ളത് അസാധ്യമായി കഴിഞ്ഞു. മാത്രമല്ല അന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം നമുക്ക്, ബേക്കറി ജംഗ്ഷൻ്റെ സമീപത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോലീസുകാരെ ചില പ്രവർത്തകർ ഈ കല്ലുകൊണ്ട് എറിയുന്നുണ്ട്, കുപ്പി എറിയുന്നുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് എറിയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതൊരു ലോജിസ്റ്റിക്കൽ ഇഷ്യൂ ആയി മാറാം. അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലത്തിനോടൊപ്പം ഇതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് ADGP ഹേമചന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമരം ഒത്തുതീർപ്പാക്കുക എന്നുള്ളത് ഒരു സർക്കാർ നടപ്പിൽ വരുത്തേണ്ടതും അതേസമയം തന്നെ പ്രതിപക്ഷം തുടങ്ങിയ സമരം കൈവിട്ടു പോകാതിരിക്കാൻ പ്രതിപക്ഷം കാണിക്കേണ്ട ജാഗ്രതയുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ അതിനോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഇത് ഒരു ഒത്തുകളിയായി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, അന്നു തന്നെ നമ്മൾ സംസാരിച്ചതാണ്. കാരണം ആ സോളാർ വിഷയത്തിൽ ആ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ കേസ് അന്വേഷിച്ച് ഈ ജുഡീഷ്യൽ അന്വേഷണം എവിടെ എത്തിയെന്ന് നമുക്കറിയാം. കേരളം കണ്ട ഏറ്റവും മോശം ജുഡീഷ്യൽ കമ്മീഷനുകളിൽ ഒന്നാണ് ഈ കേസ് അന്വേഷിച്ചത് എന്നത് നമ്മളുടെ മുന്നിൽ പകൽ പോലെ സ്പഷ്ടമായ കാര്യമാണ്. അതിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് എങ്ങും എത്താതെ ഇപ്പോഴും ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഫോക്കസ് പോയിന്റ് അവിടെ നിന്ന് മാറിയിരുന്നു എന്നതും തീർച്ചയാണ്. അതുകൊണ്ട് ഒത്തുകളിച്ചു എന്ന ചോദ്യത്തിന് ഒത്തുകളിച്ചിട്ടുണ്ട്. പക്ഷേ ജോൺ മുണ്ടക്കയം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ ബലമില്ല എന്നതാണ് ഞാൻ കരുതുന്നത്. ചെറിയാൻ ഫിലിപ്പും അത് സാക്ഷ്യപ്പെടുത്തുന്നതോടുകൂടി ആ ആർഗ്യുമെൻ്റ് പൊളിഞ്ഞു വീഴുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നികേഷ് കുമാർ, നോക്കൂ, 2011-16 കാലഘട്ടം വളരെ സംഭവബഹുലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ 3 പേരും ഈ വിഷയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ആ കാലഘട്ടത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഒന്ന്, സോളാർ സമരം വലിയ നിലയിൽ രാഷ്ട്രീയ പ്രക്ഷുബ്ധാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. രണ്ടാമത് KM മാണി മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ സംഭവവികാസമുണ്ട്. അതുപോലെ തന്നെ ബാർകോഴ കേസുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പിറവിയുണ്ട്. ഒരു CPM MLA കോൺഗ്രസിൽ ചേർന്ന സംഭവമുണ്ട്. ഇതിലൊക്കെ തന്നെയും ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇതൊന്നും തനിയെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആ രാഷ്ട്രീയ ചർച്ച എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ചർച്ച ഇപ്പോൾ രാഷ്ട്രീയക്കാരായാലും മാധ്യമപ്രവർത്തകരായാലും ഫോണെടുത്ത് വിളിക്കാതെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. ഇപ്പോൾ ജോൺ മുണ്ടക്കയമായാലും ജോൺ ബ്രിട്ടാസ് ആയാലും ഫോണെടുത്ത് വിളിച്ചിട്ടുണ്ടാവും. ഈ ഫോണെടുത്ത് വിളിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ തീർപ്പുണ്ടാകുന്നത്. തീർപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഒത്തുതീർപ്പ് എന്ന് പറയുന്ന കൊടുക്കൽ വാങ്ങലല്ല, ജൈവികമായ രീതിയിൽ അത് സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ ജോൺ മുണ്ടക്കയം ഒരുപക്ഷെ ബ്രിട്ടാസിനെ വിളിച്ചിട്ടുണ്ടാവുമായിരിക്കും. ബ്രിട്ടാസ് ഇപ്പോൾ അത് ഓർക്കാത്തതാണോ അതോ അത് ആ ക്രെഡിറ്റ് ജോൺ മുണ്ടക്കയത്തിന് കൊടുക്കാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഏതായാലും അതൊന്നും അല്ല ആ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് വന്നത് എന്ന് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിനകത്ത് കൃത്യമായി ചെറിയാൻ ഫിലിപ്പ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് എന്താ സംഭവം യഥാർത്ഥത്തിൽ? ഇതൊരു സോളാർ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് കേസാണ്. ആ തട്ടിപ്പ് കേസല്ല യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് വലിയ വിവാദമായ രാഷ്ട്രീയ വിഷയമായി മാറിയത്. ആ തട്ടിപ്പ് കേസിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തോ രാജ്യത്തോ തന്നെ ഇല്ലാതിരുന്ന ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്യുകയാണ്. അത് അന്ന് മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന സാംസ്കാരിക മന്ത്രി KC ജോസഫ് പറയാണ്, ഞാനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഗൾഫിൽ, അദ്ദേഹം ബഹ്റൈനിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ബഹ്റൈനിൽ വന്ന് ടെലിവിഷൻ വെക്കുമ്പോഴാണ് ടെലി ജോപ്പനെ അറസ്റ്റ് ചെയ്ത വിവരം ഞങ്ങൾ അറിയുന്നത് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ കഴിയുമോ? പിണറായി വിജയൻ ആയിക്കൊള്ളട്ടെ, ഉമ്മൻചാണ്ടി ആയിക്കൊള്ളട്ടെ, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ആഭ്യന്തരമന്ത്രി അറസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പ് അറസ്റ്റ് ചെയ്യുക ഒരിക്കലും സാധ്യമല്ല. അത് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ എന്താ പറയുക, ഒരു മാതൃകാപരമായ രീതിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും. അതിനുശേഷം യഥാർത്ഥത്തിൽ KC ജോസഫ് വേഴ്സസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ധ്രുവീകരണം നടക്കുകയാണ്. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് വന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്നുവരെ തൻ്റെ ഗ്രൂപ്പ് നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ പുറത്താക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം KC ജോസഫ് അടക്കമുള്ള ഗ്രൂപ്പുകാർക്കുണ്ട്.
ഐ ഗ്രൂപ്പിനല്ല, എ ഗ്രൂപ്പുകാർക്കുണ്ട്. അപ്പോൾ ആ നിലയിൽ സമരം അങ്ങോട്ട് കൊടുമ്പിരിക്കൊള്ളുന്നു, സമാന്തരമായിട്ട് സമരം അങ്ങോട്ട് കൊടുമ്പിരിക്കൊള്ളുന്നു. ആ സമരം കൊടുമ്പിരിക്കൊള്ളുന്ന ഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രിക്കായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന സോളാർ സമരം അവസാനിപ്പിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം തിരുവഞ്ചൂരിന് കോൺഗ്രസ്സിൽ നിൽക്കണമെങ്കിൽ, തിരുവഞ്ചൂരിന് എ ഗ്രൂപ്പിൽ തുടരണമെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കണമായിരുന്നു. അതുകൊണ്ട് ഏത് ഉപാധിയുടെ പേരിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സോളാറിലെ ഈ പറയുന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചേ തീരുള്ളായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയാൻ ഫിലിപ്പ് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് എന്താണ്? ഞാൻ ബ്രിട്ടാസിൻ്റെ കൈരളി ടി വിയിലെ മുറിയിലിരിക്കുന്ന ഘട്ടത്തിൽ തിരുവഞ്ചൂർ എന്നെ വിളിക്കുന്നു. തിരുവഞ്ചൂരിൻ്റെ ആവശ്യപ്രകാരമാണ് ഞാൻ ജോൺ ബ്രിട്ടാസിന് ഫോൺ കൊടുക്കുന്നത്. ജോൺ ബ്രിട്ടാസുമായിട്ട് സംസാരിക്കുന്നു. ജോൺ ബ്രിട്ടാസും ചെറിയാൻ ഫിലിപ്പും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വീട്ടിൽ വൈകിട്ട് പോകുന്നു. അവരോട് സംസാരിക്കുന്നു. മുഖ്യമന്ത്രിയെ കൂടി കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അവിടേക്ക് ബ്രിട്ടാസ് മാത്രം പോകുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായിട്ടും അവിടെ അന്നേരം പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി മറ്റൊരു യാത്ര ക്യാൻസൽ ചെയ്തിട്ട് ഈ പറയുന്ന ഒത്തുതീർപ്പിന് അവിടെ നിൽക്കുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് ഇവർ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി അന്വേഷണ പരിധിയിൽ വരുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിലേക്ക് ഒരു 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 ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ഒരാൾക്ക് ആ പ്രശ്നം തീർക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, നോക്കൂ, അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ. കാരണം അത്രയധികം പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വേർതിരിഞ്ഞ് നിന്നിരുന്നു. നിങ്ങൾക്ക് ഒരു ചർച്ച സംഘടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ നിലയിൽ അതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം, ബ്രിട്ടാസ് ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇവർ പറയുന്ന പ്രപ്പോസൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം നൽകുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ടേംസ് ഓഫ് റെഫറൻസിൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സമരം പിൻവലിക്കാം. നേരത്തെ ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അരുൺ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ, പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സമരം അവസാനിപ്പിക്കാം എന്നുള്ള പിണറായി വിജയൻ്റെ നിർദ്ദേശമാണ് ബ്രിട്ടാസ് കൈമാറുന്നത്. അതിലാണ് അവസാനം ഉമ്മൻചാണ്ടിയും പി കെ കുഞ്ഞാലിക്കുട്ടിയുമുള്ള ചർച്ചയിൽ തീർപ്പാകുന്നത്. ഒടുവിൽ ആ തീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. തുടർന്നാണ് ക്യാബിനറ്റ് യോഗം ചേർന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ അരുൺ, ഇത് മാത്രമല്ലല്ലോ, ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ മാണി, പിന്നീട് അടുത്ത ഘട്ടം എന്താണ്? ഈ ഗവൺമെൻറ് അൺപോപ്പുലറായി. കെ മാണി മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുകയാണ്. കെ മാണി കേരള കോൺഗ്രസ് എമ്മിൻ്റെ അന്ന് 9 ആണെന്ന് തോന്നുന്നു അല്ലേ, 9 അംഗങ്ങളുമായിട്ട് LDF-നൊപ്പം ആകെ ഒരംഗത്തിൻ്റെ ബലത്തിലാണ്, CPM-ൽ നിന്ന് കുറുമാറുമ്പോൾ 2 അംഗത്തിൻ്റെ ബലത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ തുടരുന്നത്. പിന്നീട് കെ മാണി 9 അംഗങ്ങളുമായിട്ട് LDF-ലേക്ക് പോകുന്നു. LDF-ൽ കെ മാണി മുഖ്യമന്ത്രിയായി വരുന്നു. ആ നില ആരറിയുന്നു? ആ ഒരു രാഷ്ട്രീയ ചർച്ചകൾ, ക്രൈം സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഉള്ള നമ്മുടെ സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടിക്ക് ഇത് അറിയാൻ അധികകാലം വേണ്ട, രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് അറിയാൻ അധികകാലം വേണ്ട. ഉടനെ എന്താ ചെയ്യുന്നത്? ബാർക്കോഴ വരുന്നു. ബാർക്കോഴയിൽ എന്താ സംഭവിക്കുന്നത്? നേരത്തെ ടെനി ജോപ്പൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ അപ്പുറത്താണ് സംഭവിക്കുന്നത്. ആ മന്ത്രിസഭ തന്നെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല എന്ത് ചെയ്യുന്നു? കെ എം മാണി എന്ന് പറയുന്ന 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവിനെതിരെ FIR ഇടുകയാണ് ചെയ്യുന്നത്. FIR ഇടുന്നു എന്ന് മാത്രമല്ല, നമ്മളിതാ ഞാൻ ഈ ടെലിവിഷനിൽ ഇരുന്നിട്ടാണല്ലോ അന്നും വാർത്ത വായിക്കുന്നത്. അന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി അളക്കുകയാണ് ആര്? വിജിലൻസുകാർ. നമ്മുടെ മൊത്തം കേരള ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് നടന്നിട്ടുള്ളതെന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ബാർക്കോഴയെ വലിയ നിലയിൽ ന്യായീകരിച്ച ആൻ്റണി രാജു, ഒരു സ്ക്രീനിൽ നമ്മൾ കാണാമല്ലോ, ആൻ്റണി രാജു അടക്കമുള്ളവർ, ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ പെട്ടെന്ന് ഒരു ജനാധിപത്യ കേരള കോൺഗ്രസ്സായി പരിണമിക്കുകയാണ്. ഇതിലൊക്കെ തന്നെയും കൂടിയാലോചനകളാണ്, പല തരത്തിലുള്ള ചർച്ചകളാണ്. അതൊന്നും ഈ രാഷ്ട്രീയ വൃത്തങ്ങളിൽ മാത്രമായി നിൽക്കുന്ന ചർച്ചകളല്ല, അതിൻ്റെ പുറത്തേക്കുള്ള ചർച്ചകളിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒരു CPM അംഗം കോൺഗ്രസിലേക്ക് കൂറുമാറുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് ആലോചിക്കാൻ പറ്റുമോ? അത്രയും കാര്യങ്ങൾ നടക്കാൻ വൾണറബിൾ ആയിരുന്നു ആ കാലഘട്ടം, 2011-16 കാലഘട്ടം. അതൊന്നും തന്നെയും രാഷ്ട്രീയ നേതാക്കളുടെ മാത്രം ചുരുങ്ങിയ ചർച്ചകളല്ല, അവരുടെ വേദികളിൽ മാത്രമുള്ള ചർച്ചകളല്ല. നമ്മളൊക്കെ തന്നെയും ഈ പറയുന്ന ജോൺ ബ്രിട്ടാസിനെ പോലെയും ഒപ്പം തന്നെ ജോൺ മുണ്ടക്കയത്തിനെ പോലെയും ഒക്കെ തന്നെയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആ സമയത്ത് ചർച്ചകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ മല്ലേലി ശ്രീധരൻ നായരുടെ വാർത്ത, അല്ലെങ്കിൽ മലയാളി ശ്രീധരൻ നായർ ഒരൊറ്റ ടെലിവിഷൻ ചാനലിലെ അഭിമുഖം കൊടുത്തിട്ടുള്ളൂ, ഒരൊറ്റ മാധ്യമപ്രവർത്തനം അഭിമുഖം കൊടുത്തുള്ളൂ. അത് ഞാനും ഈ ടെലിവിഷൻ ചാനലുമാണ്. അതിനുശേഷമാണ് സോളാർ കത്തിപ്പടർന്നത് എന്നുള്ള നമ്മൾ കണ്ടത്. ബാർക്കോഴയിൽ ഈ പറയുന്ന ബാർക്കോഴ എങ്ങനെയാണ് വന്നത്?
ഒരു ടെലിവിഷൻ ചാനലിൻ്റെ, അതായത് മനോരമ TV എന്ന ടെലിവിഷൻ ചാനൽ ഷാനി പ്രഭാകരൻ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഡോക്ടർ ബിജു രമേശ് എന്ന് പറയുന്ന ബാർ അസോസിയേഷൻ്റെ സംഘാടകരിൽ ഒരാളായിട്ടുള്ള ആൾ പറയുന്നത് ഒരു മന്ത്രി ഞങ്ങളോട് കൈക്കൂലി ചോദിച്ചു എന്ന്. അപ്പോൾ ഷാനി ചോദിക്കുകയാണ് അതാരാണെന്ന് ചോദിക്കുകയാണ്. അത് പറയാൻ കഴിയില്ല എന്ന് പറയാണ്. അപ്പോൾ ഷാനി തിരിച്ചു ചോദിക്കുകയാണ് അത് മാണിയാണോ? അതെ എന്ന് പറയാണ്. എങ്ങനെയാണ് ബിജു രമേശ് എന്ന് പറയുന്ന ഒരു വ്യവസായി ഒരു മന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കാം? സാധാരണഗതിയിൽ നമ്മൾ അതും വിശാലമായ അർത്ഥത്തിൽ അങ്ങനെ പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണ്ടേ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ 10-20 ബാറുള്ള ഒരു മുതലാളി സാധാരണഗതിയിൽ ചെയ്യാറില്ല. പിന്നീട് ഇതേ ബിജു രമേശിനെ നമ്മൾ കാണുന്നത് അടൂർ പ്രകാശിൻ്റെ മകളുമായിട്ട് കല്യാണം ഉറപ്പിക്കുന്ന ബിജു രമേശിനെയാണ്. അപ്പോൾ അവിടെയും KM മാണിയെ പൂട്ടാനുള്ള വകുപ്പുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ചരട് വലിയായി ഉണ്ടായിട്ടുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വെറും ഒരു രാഷ്ട്രീയ നേതാക്കളുടെ മാത്രം ഈ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ചർച്ചകളാകണമെന്നില്ല. അതിനപ്പുറത്ത് ബാറുടമകൾ ഉണ്ടാകും, അതിനകത്ത് മാധ്യമപ്രവർത്തകരുണ്ടാകും, അതിനകത്ത് പൊതുസമൂഹത്തിൽ ഇവരുടെ സൗഹൃദങ്ങളുള്ള ആളുകളുടെ ഒക്കെ പങ്കാളിത്തം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ജൈവികമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതൊരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പായി എനിക്ക് കാണാനാകുന്നില്ല. ഒരു ഇടവേള കൂടി. മീഡിയ എഡിറ്റേഴ്സ് തുടരുന്നു. സോളാറിൽ ഒത്തുകളിച്ചു. സുജയ, ഒത്തുകളിക്കാതെ ഒരു സമരം പെട്ടെന്ന്, അതായത് കുറേ കാലം തുടരുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ സമരം പ്രഖ്യാപിച്ചത്. എന്ത് വന്നാലും ഞങ്ങൾ പിന്മാറില്ല. അപ്പോൾ ഈ കണ്ടിന്യൂസ് നമ്മൾ ഈ തത്സമയ സംപ്രേഷണം ഇങ്ങനെ തുടരുമല്ലോ. അപ്പോൾ ഉണ്ണിസാറിൻ്റെ സ്ഥാപനവുമായി മത്സരത്തിലുണ്ടായിരുന്ന സ്ഥാപനത്തിലായിരുന്നു അന്ന് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ ഭാഗമായി തത്സമയ സംപ്രേഷണം തുടർച്ചയായി കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് മാധ്യമങ്ങളും അതൊരു മത്സര ഇനമായി പ്രഖ്യാപിച്ച ഒരു ഐറ്റമായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് തീർന്നുപോയി. ഗപ്പ് കിട്ടിയത് എന്തായാലും ഞാനന്ന് ജോലി ചെയ്ത സ്ഥാപനത്തിനായിരിക്കും ഗപ്പ്, അത് ഉറപ്പല്ലേ. അപ്പോൾ എന്തായാലും ഈ 2013 ഓഗസ്റ്റ് 12-ന് 2013 നമുക്ക് വിഷയത്തിലേക്ക് വരാം. 2013 ഓഗസ്റ്റ് 12-ന് സംഭവിച്ച സെക്രട്ടേറിയറ്റ് വളയൽ സമരം അത് 1.5 ദിവസം കൊണ്ട് പെട്ടെന്ന് പെട്ടെന്നങ്ങ് തീരുകയായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒത്തുകളിച്ച ആളുകൾ എന്ന് പറയുന്നത് ഈ ജോൺ മുണ്ടക്കയം മാത്രമാണ്. അല്ലെങ്കിൽ ജോൺ മുണ്ടക്കയം പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരത്തെ മാധ്യമ മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരെക്കുറിച്ച് പറയുന്ന ഒരു ചൊല്ലുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതായത് ഈ അധികാരത്തിൻ്റെ ഇടനാഴികളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന പലരുമുണ്ട് എന്നുള്ളത് ആദ്യകാല ഒരു കോണ്ടാക്ട്സ് ആയിരിക്കും. സാറ് പറഞ്ഞ ഈ ജൈവിക പ്രക്രിയ അങ്ങനെയാണല്ലോ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ നേതാക്കളുമായും മന്ത്രിമാരുമായും ഈവൻ മുഖ്യമന്ത്രിയുമായും ഒക്കെ എപ്പോഴും കയറി ചെല്ലാവുന്ന അടുപ്പമുള്ള മാധ്യമപ്രവർത്തകർ, അത് പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഈ സോളാർ ഇപ്പോൾ ഇട്ട് ഈ ജോൺ മുണ്ടക്കയം കത്തിച്ചതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ. 3ാമത്തെ ഭാഗം, അതായത് ആ ലേഖന പരമ്പരയുടെ 3ാമത്തെ ഭാഗത്തിലാണ് ഇപ്പോൾ ഈ കത്തിക്കുന്ന തരത്തിലേക്ക് സോളാർ ഇരുണ്ടപ്പോൾ എന്നുള്ളതിന് പകരം സോളാർ ജലിക്കുമ്പോൾ എന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത് ഈ 3ാം ഭാഗം വരുമ്പോഴാണ്. സമകാലിക മലയാളം വാരികയിൽ ഇന്നലെ തന്നെ സമകാലിക മലയാളം വാരികയിൽ ഇങ്ങനെ ഒരു ലേഖനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അവരുടെ തന്നെ സൈറ്റിൽ വരുന്നുണ്ട്. അതിനുശേഷം ഈ ഭാഗം ഇന്നിപ്പോൾ നമ്മൾ നേതാക്കളുമായും അതോടൊപ്പം തന്നെ ജോൺ മുണ്ടക്കയുമായും ഒക്കെ റിപ്പോർട്ടറിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അവിടെ. അത് ഒരു ഒത്തുതീർപ്പാണ് എന്ന് മനസ്സിലാക്കുന്നതിനായി ഒരുപാടൊന്നും ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ അത് വളരെ നിഷ്കളങ്കമായി അവിടെയുള്ള ടെക്നിക്കാലിറ്റിയുടെ പേരിൽ മാറ്റിവെച്ചതാണ് അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയതാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന മലയാളികളും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉമ്മൻചാണ്ടിയെ പരമാവധി നാണം കെടുത്തുക എന്നതായിരുന്നു ഈ സോളാർ വിഷയത്തിന് തന്നെ ഒരു ലക്ഷ്യം. അത് സാധ്യമായിട്ടുണ്ട്. ഏതായാലും ആ ബുദ്ധിമുട്ടുകളെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കും കുടുംബത്തിനും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, സോളാർ സമരത്തിൻ്റെ ഒരു കഥ എന്ന് വേണം പറയാൻ. കാരണം ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജോൺ മുണ്ടക്കയം ഇത്രയും നാൾ എഴുതാതെ വെച്ചിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതോ ഇനി റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് അദ്ദേഹം എത്തിയതാണോ, ആരെങ്കിലും എത്തിച്ചതാണോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്ന സംശയം. കാരണം ഈ വന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ UDF-ൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ്. ആ നേതൃമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഖദറിട്ട കുറുക്കന്മാർക്ക് പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയാണോ ഇപ്പോൾ ഇത് പൊക്കിക്കൊണ്ട് വന്നത് എന്നൊരു സംശയം ന്യായമായും സാധാരണ മലയാളികളെ പോലെ എനിക്കുമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന അധികാരത്തിൻ്റെ ഇടനാഴികളിലൊന്നും എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്കറിയില്ല ഈ ജോൺ മുണ്ടക്കയം എത്രത്തോളം ഇങ്ങനെയുള്ള സംഭാഷണം
അഭിലാഷങ്ങൾ നടത്തുന്ന ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. കാരണം ജോൺ ബ്രിട്ടാസ് ഈ ജോൺ മുണ്ടക്കയത്തെ വിളിക്കണം എങ്കിൽ ജോൺ മുണ്ടക്കയത്തെ കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ഷോട്ട് ആരാണ് അപ്പോൾ? ജോൺ മുണ്ടക്കയം. അങ്ങനെ ജോൺ ബ്രിട്ടാസ് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനേക്കാൾ കൂടുതൽ കോൺടാക്ട്സ് ജോൺ ബ്രിട്ടാസിന് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ജോൺ ബ്രിട്ടാസിന്റെ ഫോൺ കോൾ എന്ന് ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തോട് പറഞ്ഞു എന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ബ്രിട്ടാസ് വിളിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അവിടെയാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഭാവനയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു കഥയാണെങ്കിൽ, ഇതൊരു ഭാവനയാണെങ്കിൽ ജോൺ മുണ്ടക്കയത്തിനെതിരെ ഒരു മാനനഷ്ടത്തിനൊക്കെ ഒരു കേസ് കൊടുക്കാവുന്നതാണ് ജോൺ ബ്രിട്ടാസിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചർച്ചകൾ നടന്നിട്ടുണ്ട്. പാതി സത്യമാണെന്ന് അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിനും സമ്മതിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആരാരെ ആദ്യം വിളിച്ചു? അതാണല്ലോ ഇവിടുത്തെ ചോദ്യം. ഞാനതൊന്ന് പരിശോധിച്ചു. നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ എടുത്തു വെച്ച് ആരാരെ എപ്പോൾ വിളിച്ചു, അതാണ് ഇതിനകത്ത് ഇനിയിപ്പോൾ തെളിയാനുള്ള കാര്യം. ജോൺ മുണ്ടക്കയം പറയുന്നു രാവിലെ 11 മണിക്ക് ജോൺ ബ്രിട്ടാസ് വിളിച്ചു. അതനുസരിച്ച് ജോൺ മുണ്ടക്കയം ഉമ്മൻചാണ്ടിയെ വിളിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കാൻ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെയും ആര് വിളിച്ചു? ജോൺ മുണ്ടക്കയം വിളിച്ചു. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി ആരെ വിളിക്കുന്നു? കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ വിളിക്കുന്നു. ഇതെല്ലാം ജോൺ മുണ്ടക്കയം അറിയുന്നുണ്ട്. തിരുവഞ്ചൂർ എന്നിട്ട് വിളിക്കുന്നത് ആരെയൊക്കെയാണ്? ജോൺ ബ്രിട്ടാസിനെ വിളിക്കുന്നു തിരുവഞ്ചൂർ. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് NK പ്രേമചന്ദ്രൻ മീഡിയേറ്ററായി രംഗത്ത് വരുന്നു. ഇനിയിപ്പോൾ പ്രതികരിക്കാനുള്ളത് NK പ്രേമചന്ദ്രനാണ്. ഈ രീതിയിൽ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടത്തിയതിനെക്കുറിച്ച് പറയേണ്ടത് NK പ്രേമചന്ദ്രനാണ്. കോടിയേരി ബാലകൃഷ്ണൻ നമുക്കൊപ്പമില്ല. ഇനി രണ്ടാമത്തെ കഥ, അത് ബ്രിട്ടാസിന്റെ ഭാഗത്തു നിന്നുള്ള വെർഷനാണ്. ജോൺ ബ്രിട്ടാസ് പറയുന്നു കൈരളി ഓഫീസിൽ ഇരിക്കുകയായിരുന്നു ചെറിയാൻ ഫിലിപ്പും അദ്ദേഹവും. അപ്പോൾ അതിൽ ഫോണിലേക്ക് ഇങ്ങോട്ടേക്ക് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് തിരുവഞ്ചൂർ വിളിച്ചു. അപ്പോൾ ഒരു ഫോൺ കോൾ നടന്നു എന്നുള്ളത് ഈ രണ്ടിടത്തും സമ്മതിക്കുന്ന ഒരേപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സംസാരിച്ചു. ജോൺ മുണ്ടക്കയത്തെയോ തിരുവഞ്ചൂരിനെയോ ജോൺ ബ്രിട്ടാസ് വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുവഞ്ചൂർ പറയുന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് വിളിച്ചു. അപ്പോൾ ഈ കാര്യത്തിൽ തിരുവഞ്ചൂർ പറയുന്നതും ഈ പറയുന്ന ജോൺ മുണ്ടക്കയം പറയുന്നതും ഏകദേശം ഒരേ തിരക്കഥയുടെ ഭാഗമായി ഒത്തുവരുന്നുണ്ട്. ജോൺ ബ്രിട്ടാസ് പറയുന്നത് മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവിടെ ഞാൻ ഡോക്ടർ അരുണിന്റെ വാദത്തോട് യോജിക്കുകയാണ്. കാരണം നമ്മളൊരു മിനിമം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ കോൾ നടക്കേണ്ടത് ആരുടെ ആവശ്യമാണ്, ആരെ വിളിക്കേണ്ടതാണ് അവിടെ നടക്കേണ്ടത് എന്നുള്ളത് കൃത്യമാണ്. അല്ലാതെ ജോൺ മുണ്ടക്കയം വഴി ഉമ്മൻചാണ്ടിയെ വിളിച്ച് PK കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണോ? അത്രയും ബുദ്ധി കുറവാണ് ജോൺ ബ്രിട്ടാസിനെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ജോൺ ബ്രിട്ടാസ് ഇടപെട്ടത്. തിരുവഞ്ചൂരാണ് ഉമ്മൻചാണ്ടിയോട് കാര്യങ്ങൾ പറഞ്ഞത്. അത് കുറച്ചുകൂടി വസ്തുതയുമായി ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതിലൊരു ഒത്തുതീർപ്പ് ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ ജോൺ മുണ്ടക്കയം പറയുന്നത് പോലെ ജോൺ മുണ്ടക്കയം ഒരു സൂപ്പർ ഹ്യൂമനായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ട് തീർപ്പാക്കിയെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ എൻ്റെ പരിമിതമായ വിശകലന ബോധം കൊണ്ടായിരിക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ജോൺ മുണ്ടക്കയമാണ് ഇതെല്ലാം അങ്ങ് സോൾവ് ആക്കിയത്, കോംപ്രമൈസ് ആക്കിയത് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കരുതുന്നില്ല അങ്ങനെ. പക്ഷേ ഇപ്പോൾ പറഞ്ഞു വരുന്നത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ആർട്ടിക്കിളിൽ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ആ പ്രസക്ത ഭാഗം ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മാഡത്തിന് മനസ്സിലാവും. ആ പ്രസക്ത ഭാഗം അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ പ്രതികരിച്ചപ്പോൾ പറയുന്നത് അല്ല, ഞാൻ ആ ലേഖനത്തിന്റെ ഭാഗം പറയാം. ലേഖനത്തിന് ഞാനൊന്ന് പൂർത്തിയാക്കിയോട്ടെ മാഡം. സമരത്തിന്റെ പുരോഗതി നിരീക്ഷിച്ച് ഓഫീസിലിരിക്കുകയായിരുന്ന എനിക്ക്, നമ്മളെപ്പോലെയൊക്കെ തന്നെ പുരോഗതി നിരീക്ഷിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് 11 മണിയോടെ ഒരു ഫോൺ കോൾ വരുന്നത്. സുഹൃത്തും പിണറായി വിജയന്റെ വിശ്വസ്തനും കൈരളി ചാനലിന്റെ വാർത്താ വിഭാഗം മേധാവിയുമായ ജോൺ ബ്രിട്ടാസിന്റേതായിരുന്നു ഫോൺ കോൾ. സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ടേ? ബ്രിട്ടാസ് ചോദിച്ചു. എന്താ അവസാനിപ്പിക്കണമെന്ന് തോന്നി തുടങ്ങിയോ എന്ന് ഞാനും തിരിച്ചു ചോദിച്ചു. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിന്റെ കോൾ എന്ന് മനസ്സിലായി. ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണോ? ബ്രേക്ക് ഉണ്ട് എനിക്ക് ചുരുക്കി പറഞ്ഞു. അത് കഴിയില്ല, നമ്മൾ ആർഗ്യുമെന്റ് കറക്റ്റ്, അത് നമ്മൾ കാണിച്ചതല്ലേ. ഞാൻ ബ്രേക്ക് ഇത്രയും പേര് പറഞ്ഞപ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് ബ്രേക്ക് പറയണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഷോർട്ട് ബ്രേക്ക്. ഒത്തുകളിച്ചോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സുജയ തുടരാം. തുടരുകയല്ല, ഒന്നുകൂടി തുടങ്ങാം. തലസ്ഥാന നഗരിയെ സ്തംഭിപ്പിച്ച ആ സമരം ഒത്തുതീർപ്പാക്കിയത് അതൊരു ഗിമ്മിക്കായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒരു ഗിമ്മിക്കായിരുന്നു. അതായത് ഇപ്പോൾ പലതരത്തിൽ നിങ്ങളൊക്കെ ഇരുന്ന് ന്യായീകരിച്ചതുപോലെ രണ്ട് മുന്നണികളെയും കേരളത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ് സോളാർ കേസിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. അതായത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ജോൺ ബ്രിട്ടാസിന് ഒരു ഫോൺ കോൾ വന്നെങ്കിൽ അതിൽ ജോൺ മുണ്ടക്കയം ഇടപെട്ടെങ്കിൽ ഇടതു വലത് മുന്നണികൾ ഒന്നിച്ച് തീരുമാനിച്ച് ഒരു സമരം നിർത്തിയെങ്കിൽ ജനത്തെ വിഡ്ഢികളാക്കുകയായിരുന്നു. 2013 ഓഗസ്റ്റിൽ ഈ ജനം വിശ്വസിച്ചു ഉമ്മൻചാണ്ടി വലിയ ഒരു കൾപ്രിറ്റാണ്, ഉമ്മൻചാണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ഉമ്മൻചാണ്ടിയാണ് ഇവിടുത്തെ ഏറ്റവും കൊള്ളരുതാത്തവൻ. അങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഇടത് വലത് മുന്നണികൾ ഒത്തുകളിക്കുകയായിരുന്നു. അതിൽ കോൺഗ്രസിൽ പെട്ടവരുമുണ്ട്, ഒപ്പം ഇടതുപക്ഷത്ത് പെട്ടവരുമുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് പത്രക്കാർ അവസാനിപ്പിച്ച സോളാർ സമരമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. നാട്ടുകാരെ പറ്റിക്കാനായിട്ടൊരു സമരം, ആ സമരം നടത്തുന്നതിനായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളും ഉണ്ടായിരുന്നില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ടായിട്ടും സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സമരം നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ സമരത്തിനായിട്ടൊന്നുമല്ല വന്നത്, നാട്ടുകാരെ പറ്റിക്കുന്നതിനായി. അതായത് ഉമ്മൻചാണ്ടിയെ
മോശക്കാരനാക്കിക്കൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത് രണ്ട് പക്ഷത്തിലും പെട്ട ആളുകൾക്ക് ആ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. സോളാർ ഇരുണ്ടപ്പോൾ എന്നല്ല പേരിടേണ്ടിയിരുന്നത്. നേതാക്കളുടെ, അതായത് ഈ പുറത്ത് വെളുപ്പിട്ടുകൊണ്ട് നടക്കുന്ന നേതാക്കളുടെയൊക്കെ അകത്ത് എത്ര കറുപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴെന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. അന്നേ ഈ ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നു. 2013 ഓഗസ്റ്റ് 12 സെക്രട്ടേറിയറ്റ് വളയിൽ ഒത്തുതീർപ്പാക്കിയപ്പോഴാണ് കേരളത്തിൽ എന്താണ് സാറേ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി രൂപം കൊണ്ടത് എന്നതാണ് എന്റെ ടേക്ക്. അതായത് ഇന്ത്യ മുന്നണിയായിട്ട് അന്ന് മുതലേ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഈ രണ്ട് പക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കുക, സമരം നിർത്തുക. പിന്നെ എന്തിനാണ് ഈ സമരം? നാട്ടുകാരെ പറ്റിക്കുന്ന എന്തിനാണ്? ഒന്നിച്ചങ്ങ് ഒറ്റ മുന്നണിയായിട്ട് ലയിച്ചുകൂടെ? അങ്ങനെ ലയിച്ചങ്ങ് മുന്നോട്ട് പോകട്ടെ. അല്ലാതെ ഈ സമരം പ്രഖ്യാപിക്കുന്നു, ജോൺ ബ്രിട്ടാസ് ഇടപെടുന്നു, ജോൺ മുണ്ടക്കയം ഇടപെടുന്നു, സമരം തീരുന്നു. ഇതിനകത്തെ കൗതുകരമായ കാര്യം, ഈ വിഷയങ്ങൾക്കെല്ലാം കാരണഭൂതനായ ഒരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് PC ജോർജ് എന്നാണ്. ആ PC ജോർജ് ഇന്നിപ്പോൾ എവിടെയാണെന്നറിയോ? ഇന്ത്യയിലാണ്. പറഞ്ഞതാ അല്ല, NDA എന്തെങ്കിലും പറയാൻ രണ്ടാമത്തെ BJP-യിലാണ്. സോറി, ഇന്ത്യ എന്ന് പറഞ്ഞാൽ പുറത്താണ്, ഇത് അകത്താണ്, BJPക്ക് ഉള്ളിലാണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് മൊത്തം ആൻറ്റി ക്ലൈമാക്സ് തീരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഇത് മനോരമ പത്രത്തിലോ മനോരമയുടെ ഓൺലൈനിലോ ഒരിടത്തും ഇങ്ങനൊരു കാര്യം കണ്ടതേയില്ല. ഒന്നുകിൽ രണ്ട് കാര്യങ്ങളാണ്. ജോൺ മുണ്ടക്കയം പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മനോരമയ്ക്ക് അറിയാം. അതല്ലെങ്കിൽ മനോരമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്കൂപ്പ് നഷ്ടപ്പെടുത്തിയ ആളാണ് ജോൺ മുണ്ടക്കയം. ഈ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പാർട്ടിയുടെ ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശം ജോൺ ബ്രിട്ടാസ് മനോരമ എന്ന CPM-നെ പൂർണ്ണമായിട്ടും അന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉമ്മൻചാണ്ടിക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു മാധ്യമത്തിൻ്റെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫിനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അസാമാന്യ ഭാവനയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. നോക്കി, ഇതിനകത്ത് ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അതായത് ഉമ്മൻചാണ്ടിയും സോളാർ തട്ടിപ്പും ഒന്നും ഇല്ലാത്തതാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത് ശരിയല്ല. നോക്കൂ, സരിതയുടെ തട്ടിപ്പ് സംഘം ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് ദുരുപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും, അതുകൊണ്ടാണ് ജോപ്പന് പണി പോയത്, അതുകൊണ്ടാണ് ജിക്കുമോന് പണി പോയത്, അതുകൊണ്ടാണ് സലിം കുമാറിന് പണി പോയത്, അതുകൊണ്ടാണ് വിവിധങ്ങളായിട്ടുള്ള സോളാർ തട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇപ്പോഴും ചില സോളാർ കേസുകളിൽ വിചാരണ തുടരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ സോളാർ തട്ടിപ്പും സോളാർ ലൈംഗിക കേസുകളും എന്ന് പറയുന്നത് രണ്ടാണ്. ലൈംഗിക കേസ് ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ എൻഡോഴ്സ് ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും ആ കാലഘട്ടത്തിൽ ആധികാരികമായ വിവരമനുസരിച്ച് ഒരു സോളാർ കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീയുടെ മൊബൈൽ ഫോൺ മന്ത്രിമാർ പോലും കൈമാറുകയും ചില രീതിയിൽ അവർ ദുരുപയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം. അക്കാര്യത്തിൽ ആര് എന്ത് എന്നുള്ള നിലയിലല്ല, അത് ഒരിക്കലും ഒരു ഭരണ നേതൃത്വത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൻ്റെയൊക്കെ പരിണത ഫലം തന്നെയാണ് പിൽക്കാലത്ത് അവർക്ക് ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എൻ റിസൾട്ട് എന്താണ്? നോക്കൂ, ഒരു സമരം ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇത് ഒത്തുതീർപ്പായിരുന്നു എന്ന്. എങ്ങനെയാണ് അത് ഒത്തുതീർപ്പാണെന്ന് പറയാൻ കഴിയുക? അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ടേംസ് ഓഫ് റെഫറൻസിൽ കൊണ്ടുവരുന്നു, അതൊരു ഭരണവിരുദ്ധ വികാരമാക്കി മാറ്റുന്നു. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 91 സീറ്റുകൾ പിൽക്കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDF-ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് ആ സമരം ആ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടുള്ള ചർച്ച എന്ന നിലയിൽ മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. അത് പക്ഷേ തുടർച്ചയായി പിന്നെ പിണറായി വിജയൻ്റെ പ്രസംഗം നമ്മൾ കോട്ട് ചെയ്യുന്നല്ലോ, ജനസമ്പർക്കമല്ല ജനസംസർഗം പോലും അനുവദിക്കില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പൊതുനിരത്തിൽ പോലും ഉമ്മൻചാണ്ടിയെ ഇറക്കാത്ത വിധത്തിലുള്ള സമരം LDF തുടർന്നുകൊണ്ടുപോവുകയും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഓക്കെ, പക്ഷേ ഇപ്പോഴും ആ സോളാർ അന്വേഷണ കമ്മീഷൻ്റെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സോളാർ അന്വേഷണ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ എന്താ ചെയ്യാൻ കഴിയുക? റിപ്പോർട്ട് കൊടുക്കുക, അത് നിയമസഭയിൽ വെക്കുക, അതിനപ്പുറം ഒന്നും നടക്കില്ല. ഒരു കാലത്തും ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഒത്തുകളിച്ചു എന്ന ചോദ്യത്തിന് യേസ് എന്ന് 4 പേർ, നോ എന്ന് ഒരാൾ. Meet the editors.